സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈസ് ദർ ആണ് ഉപയോഗിക്കുന്നത്. ഈസ് ദർ എ ട്രീ? ഒരു മരം ഉണ്ടോ? ഈസ് ദർ എ ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹൗസ്? നിന്റെ വീടിന് മുമ്പിൽ ഒരു മരം ഉണ്ടോ? ഈസ് ദർ എ വെൽ? കിണർ ഉണ്ടോ? ഈസ് ദർ എ ഗാർഡൻ? പൂന്തോട്ടമുണ്ടോ? ഈസ് ദർ എ ബുക്ക് ഷെൽഫ് ഇൻ യുവർ ഹൗസ്? അല്ലെങ്കിൽ ഇൻ യുവർ റൂം? ഇസ് ദർ എ ബുക്ക് ഷെൽഫ് ഇൻ യുവർ റൂം? നിന്റെ റൂമിൽ ബുക്ക് ഷെൽഫ് ഉണ്ടോ? ഇസ് ദർ എ സോഫയുണ്ടോ? ഇസ് ദർ എ ക്ലോക്ക് ഉണ്ടോ? ഇസ് ദർ എ റേഡിയോ ഉണ്ടോ? ഇസ് ദർ എ ടെലിവിഷൻ ഇൻ യുവർ ഹൗസ്? നിന്റെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടോ? ഇസ് ദർ എ ടെലിഫോൺ ഉണ്ടോ? ഇസ് ദർ എ ടേബിൾ ഉണ്ടോ? ഇവിടെ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുണ്ടെങ്കിൽ ആർ ദർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആർ ദർ ട്രീസ്? ആർ ദർ വെൽസ്? ആർ ദർ ട്രീസ്? ആർ ദർ ഗാർഡൻസ്? ആർ ദർ ബുക്ക് ഷെൽഫ്സ്? ആർ ദർ ഗാർഡൻസ്? ആർ ദർ ബുക്ക് ഷെൽഫ്സ്? ആർ ദർ സോഫാസ്? ആർ ദർ റേഡിയോസ്? Are there clocks? Are there televisions? Are there telephones? Are there radios? നീ ഉത്തരം പറയുകയാണെങ്കിൽ yes, there is a tree in my house. There is a well. There is a garden. There is a bookshelf. There is a sofa. There is a clock. There is a radio. There is a television. There is a telephone. There is a table. ഇനി ഒന്നിൽ കൂടുതൽ വസ്തുക്കളുണ്ടെങ്കിൽ there are many trees in my house. There are wells. There are gardens. There are many sofas. There are many clocks. There are many radios. There are many televisions. There are tables. ഇങ്ങനെയാണ് നമ്മൾക്ക് ആൻസർ പറയാൻ സാധിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണാം.